നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പൂക്കോട് വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ പങ്കുണ്ടെന്ന് ആരോപിക്കപ്പെട്ട വിദ്യാർത്ഥിയുടെ ഡോക്ടറായ അമ്മയുടെ സ്വകാര്യ പ്രാക്ടീസ് കേന്ദ്രത്തിന് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. സിദ്ധാർത്ഥിന്റെ കുറങ്കോട് വീടിന് സമീപത്തെ ഡോക്ടറുടെ സ്വകാര്യ പ്രാക്ടീസ് റൂമിന് നേരെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം അരങ്ങേറിയത്. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർ ബിന്ദു സുന്ദർ ഇവിടെയാണ് സ്വകാര്യ പരിശോധന നടത്തുന്നത്. ഈ ഡോക്ടറുടെ മകൻ കേസിലെ പ്രതിയാണെന്ന് ആരോപിച്ചായിരുന്നു പ്രവർത്തകർ ഡോക്ടറുടെ നെയിം ബോർഡ് അടക്കം എടുത്തെറിഞ്ഞത്. ഡോക്ടറുടെ പേര് പതിപ്പിച്ച ബോർഡുകൾ പ്രാക്ടീസ് റൂമിലേക്ക് കയറി റോഡിലേക്ക് വലിച്ചെറിയുകയായിരുന്നു. അതേസമയം സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പിടിയിലാവാനുള്ള പ്രതിയെ സംരക്ഷിക്കുന്നത് CPM നേതാവ് MM മണി ആണെന്നുള്ള ആരോപണം ശക്തമാവുകയാണ്. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല കൂടി ഈ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇടുക്കി സ്വദേശിയായ SFI പ്രവർത്തകൻ സിദ്ധാർത്ഥൻ മർദ്ദനമേറ്റ സംഭവത്തിന് പിന്നിലെ മുഖ്യ ആസൂത്രകനാണെന്നും ചെന്നിത്തല പറഞ്ഞു. സിദ്ധാർത്ഥനെ മർദ്ദിച്ച 19 പേർ ചേർന്നാണ് എന്നും ഒരാളെ പിടികൂടാൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുമുള്ള റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയാണ് ചെന്നിത്തല ആരോപണവുമായി രംഗത്ത് വന്നത്. ഇതുവരെ അറസ്റ്റിലായ 18 പ്രതികളടക്കം 19 പേർക്ക് സിദ്ധാർത്ഥന്റെ മരണത്തിനിടയാക്കിയ സംഭവങ്ങളിൽ നേരിട്ട് പങ്കുണ്ടെന്ന കോളേജിലെ ആന്റി റാങ്കിംഗ് കമ്മിറ്റി കണ്ടെത്തിയിരുന്നു. കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും 3 വർഷത്തെ പഠന വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്ത 19 പേരുടെ കൂട്ടത്തിലും പോലീസ് പിടികൂടാത്ത ഈ വിദ്യാർത്ഥിയുണ്ട്. കൂടുതൽ പ്രതികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ആദ്യ അന്വേഷണ സംഘം വ്യക്തമാക്കിയിരുന്നു. സിദ്ധാർത്ഥനെ മർദ്ദിച്ച സംഘത്തിൽ ഉൾപ്പെടുന്നവരെയും സംശയമുള്ള കുറെ വിദ്യാർത്ഥികളെ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തുവെങ്കിലും പ്രതിയാക്കാൻ വേണ്ടത്ര തെളിവുകൾ ഇപ്പോൾ ഇല്ല എന്നാണ് പോലീസ് പറയുന്നത്. സംഭവത്തിൽ ഉൾപ്പെട്ട പ്രവർത്തകരുടെ എണ്ണത്തെക്കുറിച്ച് SFIയും CPMും പറയും കണക്കുകളിലെ പൊരുത്തക്കേടും പ്രതിപട്ടികയിലും തമ്മിൽ ബന്ധമുണ്ട് എന്ന സംശയമാണ് ഉള്ളത്. നിലവിൽ MM മണി ഇതുവരെയും ഈ ഒരു സംഭവത്തെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. അതായത് ഈ ഒരു ആരോപണം വന്നതിന് ശേഷമുള്ള പ്രതികരണം ഇതുവരെയും വന്നിട്ടില്ല. എന്നാൽ മറ്റ് സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അതേസമയം ഈ സ്വകാര്യ ആശുപത്രിയിൽ അല്ലെങ്കിൽ സ്വകാര്യ ക്ലിനിക്കിൽ ചെന്നുള്ള KSU പ്രവർത്തകരുടെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം വലിയ രീതിയിൽ അരങ്ങേറുമ്പോൾ അതിനെതിരെ ഒരു പോലീസ് നടപടി ഉണ്ടാകാനുള്ള സാധ്യത ഏറുകയാണ്. എന്തായാലും ഈ പൂക്കോട് വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ പങ്കുണ്ടെന്ന് ആരോപിക്കപ്പെട്ട വിദ്യാർത്ഥിയുടെ ഡോക്ടറായ അമ്മയുടെ സ്വകാര്യ പ്രാക്ടീസ് കേന്ദ്രത്തിന് നേരെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം നടന്നത്.